ചാലക്കുടി ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിലെ കവർച്ച സംബന്ധിച്ച അന്വേഷണ ചുമതല ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്. സർക്കിൾ ഇൻസ്പെക്ടർ എം കെ സജീവ് അടങ്ങുന്ന പ്രത്യേക സംഘം അന്വേഷണം ഊർജിതമാക്കി. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഹോമിയോ ഡിസ്പെൻസറിക്കുള്ള ആയുഷ് കേരള പുരസ്കാരം കൊരട്ടി പഞ്ചായത്തിന്. ആയുഷ് കേരള ഹോമിയോ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. വേലുപ്പിള്ളി ബാലശാസ്ത്ര പുരസ്കാരം വാവ സുരേഷിന് സമർപ്പിച്ചു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് വി ഗീത പുരസ്കാര സമർപ്പണം നടത്തി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചാലക്കുടി ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിലെ കവർച്ച സംബന്ധിച്ച അന്വേഷണ ചുമതല ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്. സർക്കിൾ ഇൻസ്പെക്ടർ എം കെ സജീവ് അടങ്ങുന്ന പ്രത്യേക സംഘം അന്വേഷണം ഊർജിതമാക്കി. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ കഴിഞ്ഞ ദിവസമാണ് മോഷണം നടന്നത്. മോഷ്ടാവ് കടന്നുപോയ ഭാഗങ്ങളിലെ ക്യാമറകളാണ് സംഘം അന്വേഷിച്ചു വരുന്നത്. ഇതോടൊപ്പം മറ്റു വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട്. മോഷണ സംഘത്തിൽ കൂടുതൽ ആളുകളുണ്ടോ എന്നത് സംബന്ധിച്ചും അന്വേഷിക്കും. ബാങ്കിനകത്ത് മോഷ്ടാവ് ഹിന്ദി ഭാഷയിൽ സംസാരിച്ചത് കേസ് തിരിച്ചുവിടാനാണോ എന്ന സംശയവും പോലീസിനുണ്ട്. കവർച്ച നടത്താൻ ബാങ്കിൽ തിരക്കില്ലാത്ത ഉച്ചസമയം തെരഞ്ഞെടുത്തതിനാൽ മോഷ്ടാവ് ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച് വ്യക്തമായ അറിവുള്ള ആളാണെന്നാണ് പോലീസിന്റെ നിഗമനം. ഒപ്പം ബാങ്കിനകത്തോ പുറത്തോ ഉള്ളവർക്ക് കവർച്ചയുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഹോമിയോ ഡിസ്പെൻസറിക്കുള്ള ആയുഷ് കേരള പുരസ്കാരം കൊരട്ടി ഗ്രാമപഞ്ചായത്തിന്. ആയുഷ് കേരള ഹോമിയോ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. പാലക്കാട് വെച്ച് നടന്ന ചടങ്ങിൽ MP BK ശ്രീകണ്ഠനിൽ നിന്നും കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ്, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ പിള്ള എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ SO ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. നെടുമ്പാൾ ബൈക്ക് മോഷണ പ്രതി അറസ്റ്റിൽ. അഴീക്കോട് എപ്പിള്ളി അനിലാണ് പിടിയിലായത്. 2024 ഫെബ്രുവരിയിൽ നെടുമ്പാൾ സ്വദേശിയായ ദാസന്റെ മോട്ടോർ സൈക്കിൾ മോഷണം ചെയ്ത കേസിലാണ് അറസ്റ്റ്. അനിൽ 6 വർഷമായി വാടകയ്ക്ക് താമസിച്ചു വരുന്ന കിഴുത്താണി മനപ്പടിയിലുള്ള വീട്ടിൽ നിന്നാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ SI ബിജു CD, പോലീസ് ഉദ്യോഗസ്ഥരായ അജി VD, സുജിത്, ജെറിൻ ജോസ്, ഹരിലാൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അന്നനാട് വേലുപ്പിള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഉത്രംവിളക്ക് ആഘോഷത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ വേലുപ്പിള്ളി ബാലശാസ്ത്ര പുരസ്കാരം വാവ സുരേഷിന് സമർപ്പിച്ചു. ശാസ്ത്ര മുദ്ര പതിപ്പിച്ച 1 പവൻ സുവർണ മുദ്ര ഫലകം, പ്രശസ്തി പത്രം എന്നിവയാണ് പുരസ്കാരം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് വി ഗീത പുരസ്കാര സമർപ്പണം നടത്തി. സാംസ്കാരിക സമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. അന്നനാട് വേലുപ്പിള്ളി ദേവസ്വം പ്രസിഡന്റ് MK ഗോവിന്ദ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ്, വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ, പ്രദീപ് പുഞ്ചപ്പറമ്പിൽ, K കൃഷ്ണകുമാർ, സെക്രട്ടറി KU രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. ക്ഷേത്രത്തിൽ 3 പതിറ്റാണ്ടായി വാദ്യവിരുന്നൊരുക്കിയ പിണ്ടിയത്ത് ചന്ദ്രൻ മാരാർ, മേലൂർ മണി, വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ ഗോവിന്ദൻകുട്ടി, നന്ദു കൃഷ്ണ, I സന്തോഷ് കുമാർ, മാധ്യമപ്രവർത്തകൻ ലാലുമോൻ ചാലക്കുടി, B സുകുമാരൻ, അനഘമായ രവി, ശാന്ത രാമചന്ദ്രൻ, വിജയൻ പിഷാരിക്കൽ എന്നിവരെയും ആദരിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂൾ വാർഷികവും പ്രീ പ്രൈമറി കലോത്സവവും അധ്യാപക രക്ഷാകർതൃ സംഗമവും നടത്തി. ആർപോയി 2025 എന്ന പേരിൽ നടത്തിയ പരിപാടി കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സന്ദേശ് നാരായൺ അധ്യക്ഷത വഹിച്ചു. മിമിക്രി താരം മുരളി ചാലക്കുടി മുഖ്യാതിഥിയായിരുന്നു. സ്റ്റാഫ് സെക്രട്ടറി MV ഗീത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗങ്ങളായ CD സിബി, MM ഗോപാലൻ, പ്രധാന അധ്യാപിക MK ഡെയ്നി, OSTA പ്രസിഡന്റ് രാജലക്ഷ്മി, MPTA പ്രസിഡന്റ് മഞ്ജുഷ സതീഷ്, സ്കൂൾ ലീഡർ VA ആദിലക്ഷ്മി, സീനിയർ അധ്യാപിക TS നസീമ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിൽ 1ാം സ്ഥാനവും കലാമേളയിൽ 2ാം സ്ഥാനവും ശാസ്ത്ര സാങ്കേതിക മേളയിൽ 3ാം സ്ഥാനവും നേടിയ
കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ വിക്ടറി ഡേ ആഘോഷിച്ചു. മേളകളിൽ പങ്കെടുത്ത് വിജയിച്ച വിദ്യാർത്ഥികളെയും പരിശീലകരായ അധ്യാപകരെയും പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ അധ്യക്ഷ ടി.കെ. ഗീത ഉദ്ഘാടനം ചെയ്തു. ഒരു വിക്ടറിയുടെ ആഘോഷത്തിലാണ് നമ്മളെല്ലാവരും. ഇതിനു മുന്നത്തെ കഴിഞ്ഞ വർഷത്തെ മത്സരത്തിലും ഈ സ്കൂൾ മികച്ച വിജയം കൈവരിച്ചു. ഇപ്രാവശ്യം വിജയം ആവർത്തിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇവരെ ഇതിന് പ്രാപ്തരാക്കിയ അധ്യാപകർ, ഈ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾ എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി തന്നെ അഭിനന്ദിക്കുകയാണ്. ഈ സ്കൂൾ പഠനത്തിൽ മാത്രമല്ല കലാകായിക മത്സരങ്ങളിലും നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആരോഗ്യ വിഭാഗം ചെയർപേഴ്സൺ എൽ.സി. പോൾ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ എം.എൽ.എ. അഡ്വക്കേറ്റ് വി.ആർ. സുനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു. PTA വൈസ് പ്രസിഡന്റ് അജയൻ K.A., വാർഡ് കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ എന്നിവർ വിജയികളെ അനുമോദിച്ച് സംസാരിച്ചു. അധ്യാപകനായ ജോർജ് സ്റ്റീഫൻസിന്റെ വിക്ടറി ഡേ ഭാഗമായി ശാസ്ത്ര സാങ്കേതിക പ്രദർശനവും സംഘടിപ്പിച്ചു. സ്കൂളിലെ അധ്യാപകരും അനധ്യാപക ജീവനക്കാരും വിദ്യാർത്ഥികളും ചേർന്ന് തയ്യാറാക്കിയ കയ്യെഴുത്ത് മാസിക ചടങ്ങിൽ എം.എൽ.എ. പ്രകാശനം ചെയ്തു. ക്ലാസ് മുറികളുടെ അപര്യാപ്തത പരിഹരിക്കുന്നതിനാവശ്യമായ ഫണ്ട് അനുവദിക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് എം.എൽ.എ. യോഗത്തിൽ ഉറപ്പ് നൽകി. ഇനി മറ്റു വാർത്തകളിലേക്ക്. എറിയാട് പഞ്ചായത്തിലെ മാടവന ഹെൽത്ത് സെന്ററിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കിടത്തി ചികിത്സ ആരംഭിക്കുന്നതിന് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എറിയാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. മാളവന ഹെൽത്ത് സെന്റർ സാമൂഹിക ആരോഗ്യ കേന്ദ്രമായിരുന്ന സമയത്ത് കിടത്തി ചികിത്സയും ഉയർന്ന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നതാണ്. എറിയാട് പഞ്ചായത്തിലെ തീരദേശത്തെ ബഹുഭൂരിപക്ഷം സാധാരണക്കാരായ ജനങ്ങൾ വളരെ സമാധാനത്തോടെ ആശ്രയിച്ചിരുന്ന ഒരു ആരോഗ്യ സ്ഥാപനമാണ്. ഒരു ബ്ലോക്കിൽ 2 സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾ പാടില്ല എന്ന സാങ്കേതികത്വത്തിന്റെ പേരിൽ ഈ ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ചുരുക്കിയപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെയാണ് അത് ദോഷകരമായി ബാധിച്ചത്. എറിയാട് പഞ്ചായത്തിലെ സാധാരണക്കാർക്ക് പരിമിതമായ സൗകര്യങ്ങളുള്ള കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് പോകാതെ ഇവിടെ തന്നെ ചികിത്സ ലഭ്യമാക്കുന്നതിന് മാടവന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തി ആശുപത്രി നിലവാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നടപടി ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എറിയാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ചാലക്കുടി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പടിഞ്ഞാറെ ചാലക്കുടി പോട്ട മർച്ചന്റ് അസോസിയേഷനുകൾ സംയുക്തമായി അനധികൃത തൊഴിൽ നികുതി വർധനവിനെതിരെയും ലൈസൻസ് ചട്ടങ്ങൾക്കെതിരെയും ചാലക്കുടി മുനിസിപ്പാലിറ്റിക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി ജില്ലാ ട്രഷററും ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജോയ് മൂത്തേടൻ യോഗം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പിള്ളിയുടെ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി, ട്രഷറർ ഷൈജു പുത്തൻപുരയ്ക്കൽ എന്നിവർ സംസാരിച്ചു. പോട്ട യൂണിറ്റ് പ്രസിഡന്റ് ഷാജു മേലേപ്പുറം, പടിഞ്ഞാറെ ചാലക്കുടി സെക്രട്ടറി ബെൻസൺ കണ്ണുകാടൻ, ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ അംഗങ്ങളായ ഡേവിസ് MD, ഗോവിന്ദൻകുട്ടി NA, ഡേവിസ് വെളിയത്ത്, ജോബി മേലേടത്ത്, റൈസൻ ആലുക്ക, ബിജു മാളിയേക്കൽ, ജോയ് പാനിക്കുളം, ആൻഡോ മേനാച്ചേരി, ബഷീർ ET, ആൻഡോ എരിഞ്ഞേരി, മറ്റു കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. അന്നമനട വിവേകോദയം വിദ്യാമന്ദിർ CBSE സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം ദ്യുതി 2024-25 സമുചിതമായി ആഘോഷിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രസിദ്ധ സീരിയൽ അഭിനേത്രി ശ്രീലക്ഷ്മി മോഹനൻ മുഖ്യാതിഥിയായി. അന്നമനട ബാബുരാജ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മാതൃഭാരതി സംസ്ഥാന സെക്രട്ടറി സൗമ്യ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. വിവേകോദയം ക്ഷേമ ട്രസ്റ്റ് സെക്രട്ടറി TS ദിലീപൻ അനുമോദന പ്രസംഗം നടത്തി. പ്രിൻസിപ്പൽ വിനീത രാജൻ, ക്ഷേമ ട്രസ്റ്റ് വൈസ് ചെയർമാൻ AC ശ്രീധരൻ മാസ്റ്റർ, വിദ്യാലയ സമിതി പ്രസിഡന്റ് BC ശ്യാംകുമാർ, വിദ്യാലയ സമിതി സെക്രട്ടറി ഷിബു VB, ക്ഷേമസമിതി പ്രസിഡന്റ് അനൂപ് ഇല്ലത്തുപറമ്പിൽ, ക്ഷേമസമിതി സെക്രട്ടറി സുരേഷ് EV, മാതൃസമിതി പ്രസിഡന്റ് മിലൻ ഫിഡാലിസ്, മാതൃസമിതി സെക്രട്ടറി സൗമിനി രാജേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു.
മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി എടതിരുത്തി ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഹരിത പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. ഇ.ടി. ടൈസൺ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. എടതിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ വിനീത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി.ആർ. നിഖിൽ, പഞ്ചായത്ത് അംഗങ്ങളായ പി.എച്ച്. ബാബു, പി.എ. ഷമീർ, സജീഷ് സത്യൻ, ബി.വി. ജയൻ, ശൈലജ ഷാനവാസ്, പഞ്ചായത്ത് സെക്രട്ടറി കെ.വി. സനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇ.ടി. ടൈസൺ എം.എൽ.എ. സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. കേരള സർക്കാർ സ്ഥാപനമായ IHRD ദേശീയതലത്തിൽ ഹൈസ്കൂൾ മുതൽ എഞ്ചിനീയറിംഗ് വരെയുള്ള വിദ്യാർത്ഥികളുടെ സാങ്കേതിക കലാപരമായ പരിപാടികൾ ഉൾപ്പെടുത്തി കഴിഞ്ഞ 2 വർഷങ്ങളായി സംഘടിപ്പിക്കുന്ന തരംഗ് മേള ഈ വർഷം ഇരിഞ്ഞാലക്കുടയിലെ കല്ലേറ്റുങ്കര കെ. കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ ഫെബ്രുവരി 22-23 തീയതികളിൽ വിവിധ വേദികളിലായി നടക്കും. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള സാങ്കേതിക വിദഗ്ധർ വിവിധ സെക്ഷനുകൾ കൈകാര്യം ചെയ്യും. കൂടാതെ ദേശീയ തലത്തിൽ വിദ്യാർത്ഥികളുടെയും പ്രശസ്ത ബാൻഡുകളുടെയും കലാവിരുന്നുകളും ടെക്നിക്കൽ എക്സ്പോകളും ഈ ദിവസങ്ങളിൽ രാത്രിയും പകലുമായി നടക്കും. തരംഗ് മേള ഫെബ്രുവരി 22-ന് രാവിലെ 10-ന് ആളൂർ പ്രസിഡൻസി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് V.S. പ്രിൻസ് അധ്യക്ഷത വഹിക്കും. IHRD ഡയറക്ടർ ഡോക്ടർ V.A. അരുൺകുമാർ, ജനപ്രതിനിധികൾ, സാംസ്കാരിക സാങ്കേതിക മേഖലയിലെ പ്രമുഖ വ്യക്തികളും പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം വിവിധ പരിപാടികളും അരങ്ങേറും. കൊടുങ്ങല്ലൂർ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഭീമമായ തൊഴിൽ നികുതി വർധനവിനെതിരെ കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ചന്തപ്പുരയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി നഗരസഭാ കവാടത്തിൽ സംഗമിച്ചു. തുടർന്ന് നടന്ന ധർണ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി M.R. വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി T.K. ഷാജി അധ്യക്ഷത വഹിച്ചു. K.J. ശ്രീജിത്ത്, കോട്ടപ്പുറം മർച്ചന്റ് സെക്രട്ടറി ഷാജു, അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് P.K. സത്യശീലൻ, യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് കക്കറ, വനിതാ വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അനിത, ജില്ലാ സെക്രട്ടറി സിനി സെൽവരാജ് എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അജിത് കുമാർ, സെക്രട്ടറിമാരായ M.S. സാജു, P.M. മുഹിയുദ്ദീൻ, കോർഡിനേറ്റർ P.R. ബാബു, P.R.O. രാജീവൻ പിള്ള, യൂത്ത് വിംഗ് നേതാക്കളായ വിനോദ് പിള്ള, ത്രിദീപ്, വനിതാ വിംഗ് നേതാക്കളായ സുപ്രഭ ഉണ്ണികൃഷ്ണൻ, സ്മിത, അനിൽ എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. തൃശൂരിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ചേലക്കര പോലീസ് സ്റ്റേഷൻ ഹോംഗാർഡിന് ദാരുണാന്ത്യം. ചേലക്കര പോലീസ് സ്റ്റേഷൻ ഹോംഗാർഡ് രമേശാണ് മരിച്ചത്. പീലാക്കോട് സ്വദേശിയായിരുന്നു. ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴിയായിരുന്നു അപകടം. എതിരെ വന്ന ബൈക്കുമായി രമേശിന്റെ വാഹനം കൂട്ടിയിടിക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രിയോടെ മരണം സ്ഥിരീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിലെ കവർച്ച സംബന്ധിച്ച അന്വേഷണ ചുമതല ചാലക്കുടി DYSP K. സുമേഷിന്. സർക്കിൾ ഇൻസ്പെക്ടർ M.K. സജീവ് അടങ്ങുന്ന പ്രത്യേക സംഘം അന്വേഷണം ഊർജിതമാക്കി. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഹോമിയോ ഡിസ്പെൻസറിക്കുള്ള ആയുഷ് കേരള പുരസ്കാരം കൊരട്ടി പഞ്ചായത്തിന്. ആയുഷ് കേരള ഹോമിയോ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. വേലുപ്പിള്ളി ബാലശാസ്ത്ര പുരസ്കാരം വാവ സുരേഷിന് സമർപ്പിച്ചു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് വി. ഗീത പുരസ്കാര സമർപ്പണം നടത്തി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.